ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആണ്. അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ സപ്ലൈ എന്ന പാർട്ടും അതേപോലെ സ്റ്റാൾ 7 കൂടി ബാക്കിയുണ്ട്. ഈ 2 പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഇവാലുവേഷൻ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യുന്നതാണ്. വാട്ടർ സപ്ലൈ. സി ദി എമൗണ്ട് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈഡ് ഡ്യൂറിങ് ദി 4 days ഓഫ് മാത്സ് ഫെസ്റ്റ്. നമ്മുടെ മാത്സ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ മാത്സ് ഫെസ്റ്റിൻ്റെ 4 ദിവസവും 4 ഡേയ്സുള്ള എത്ര എമൗണ്ട് ആണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ എമൗണ്ട് എത്രയാണ് സപ്ലൈ ചെയ്തത് എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ എത്രയാണ്? ഫസ്റ്റത്തെ ഡേ 437 ലിറ്റേഴ്സ് ആണ്. സെക്കൻഡ് ഡേ 524 ലിറ്റേഴ്സ് ആണ്. അങ്ങനെ ഓരോ ഡേ എത്ര ലിറ്റേഴ്സ് എത്ര എമൗണ്ട് വാട്ടർ സപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. വെള്ളം ആവശ്യമാണല്ലേ ഓരോ ദിവസവും. നമ്മൾ മാത്സ് ഫെസ്റ്റ് നടക്കുമ്പോൾ ഓരോ ദിവസം ഓരോ വെള്ളം വേണമല്ലേ. അപ്പോൾ ഓരോ ദിവസം എത്ര എമൗണ്ട് വെള്ളമാണ് വാട്ടറാണ് ചിലവഴിച്ചത് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ദി ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് ഡ്യൂറിങ് ദി ഫസ്റ്റ് 2 days ഈസ് ഡാഷ് ലിറ്റേഴ്സ്. ഫസ്റ്റ് 2 days ഫസ്റ്റ് 2 ദിവസം അല്ലേ, ഫസ്റ്റ് 2 days സപ്ലൈ ചെയ്ത വാട്ടറിൻ്റെ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ എത്രയാണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ദിവസം 437ഉം രണ്ടാമത്തെ ദിവസം 524 ലിറ്റേഴ്സും ആണുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ ചോദിച്ചാൽ ഇത് രണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഫസ്റ്റ് ദിവസം 437ഉം രണ്ടാമത്തെ ദിവസം 524ഉം. 7 + 4 എത്രയാണ്? 7, 8, 9, 10, 11. 11 1 ബാലൻസ്. 3 + 2 5, 5 + 1 6, 4 + 5 9, 961 എന്ന് കിട്ടിയല്ലേ. നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് ഡ്യൂറിങ് ദി ലാസ്റ്റ് 2 days ഈസ് ഡാഷ് ലിറ്റേഴ്സ്. ലാസ്റ്റത്തെ 2 days ഫസ്റ്റ് 2 days ഈ ലാസ്റ്റ് 2 days എത്രയാണ് എമൗണ്ട് ഓഫ് വാട്ടർ എത്രയാണ് ടോട്ടൽ സപ്ലൈ ചെയ്തത് എത്രയാണ്? ലാസ്റ്റത്തെ 2 ദിവസം പറഞ്ഞാൽ 3ഉം 4ഉം അല്ലേ. ഇതല്ലേ ലാസ്റ്റത്തെ 2 ദിവസം. ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്രയാണ്? 581ഉം 448. നമ്മളോട് എന്താണ് ടോട്ടലാണ് ചോദിച്ചത് അല്ലേ. 8 + 1 9, 8 + 4 8, 9, 10, 11, 12. 12 2 ബാലൻസ് 1. 4 + 1 5, 5 + 5 10. 1029. ഹൗ മച്ച് വാട്ടർ വാസ് സപ്ലൈഡ് ഫോർ ആൾ ദി 4 days? എല്ലാ 4 ദിവസത്തിൽ ടോട്ടൽ എത്രയാണ് സപ്ലൈ ചെയ്തത് അല്ലേ. ഇനി 4 ദിവസം ഫസ്റ്റ് എന്താണ്? ഫസ്റ്റത്തെ 2 ദിവസം ചോദിച്ചു, പിന്നെ ലാസ്റ്റത്തെ 2 ദിവസം ചോദിച്ചു. ഇനി ടോട്ടൽ 4 ദിവസം എത്രയാണ് ടോട്ടൽ സപ്ലൈ ചെയ്തത് വാട്ടറിൻ്റെ എമൗണ്ട് എത്രയാണ്? അപ്പോൾ 4 ദിവസത്തെ ടോട്ടലാണ് ചോദിച്ചത്. അപ്പോൾ ഈ 4 ദിവസത്തതും ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഫസ്റ്റത്തെ 2 ദിവസം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റത്തെ 2 ദിവസം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ 4 ദിവസത്തതും ചോദിച്ചത് 4 ദിവസത്തതും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 7 + 1 8, 8 + 8 16, 16 + 4 16, 17 18 19 20, 20 0 എഴുതുക. 2 ബാലൻസ്. 2 + 2 4, 4 + 4 8, 8 + 8 16, 16 + 3 16, 17 18 19, 19 9 1 ബാലൻസ്. 1 + 4 5, 5 + 5 10, 10 + 5 15, 15 + 4 19. 1990. 1990. 281 kids from Kadirani School and 348 kids from Arani School visited the Maths Fest. How many in all? അരണി സ്കൂളിൽ നിന്ന് 348 കിഡ്സും കതിരണി സ്കൂളിൽ നിന്ന് 281 കിഡ്സും എന്താണ് മാത്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് മാത്സ് ഫെസ്റ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, വിസിറ്റ് ചെയ്യാൻ. ഹൗ മെനി ഇൻ ആൾ? ടോട്ടൽ എത്രയുണ്ട് അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 281 കിഡ്സ് ഒരു സ്കൂളിൽ നിന്നും 348 കിഡ്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 8 + 1 9, 8 + 4 8, 9 10 11 12, 12 2 ബാലൻസ് 1, 1 + 2 3, 3 + 3 6. ടോട്ടൽ എത്രയാണ്? 629. നെക്സ്റ്റ് സ്റ്റാൾ 7 വേൾഡ് ഓഫ് പാറ്റേൺസ്. അപ്പോൾ പാറ്റേൺസ് ഉണ്ടാക്കാൻ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പാറ്റേൺസിൻ്റെ ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റാൾ 7ൽ നടക്കുന്നത്? യു ക്യാൻ റൈറ്റ് യുവർ ഓൺ പാറ്റേൺസ് ഓൺ ദി വാൾസ് ഓഫ് ദി എക്സിബിഷൻ ഹാൾ. ഈ എക്സിബിഷൻ നടക്കുന്ന ഹാളിൻ്റെ വാൾസിൽ ചുമരുകളിൽ നിങ്ങൾക്ക് എന്താണ് പാറ്റേൺസ്, നിങ്ങളുടേതായ പാറ്റേൺസ് എഴുതാം. അതായത് കംപ്ലീറ്റ് ദി പാറ്റേൺസ്. ഈ പാറ്റേൺസ് എന്താണ്? കംപ്ലീറ്റ് ചെയ്യാനാണ്. എന്താണ്? സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ്. അതായത് ഇവിടെ തന്നെ നോക്കൂ. 111 + 111 എത്രയാണ്? 222 ആണ് അല്ലേ. 1 1 1 1 എന്താണ്? 1 ഒക്കെ 1 + 1 2, 1 + 1 2, 1 + 1 2. ഇനി 222 + 222 എന്താണ്? 2 2 ആഡ് ചെയ്യുക, 2 2 ആഡ് ചെയ്യുക, 2 2 അല്ലേ. അതായത് 1s പ്ലേസ് ആഡ് ചെയ്യുക, 10s പ്ലേസ് ആഡ് ചെയ്യുക, 100s പ്ലേസ് ആഡ് ചെയ്യുക. ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. 222 + 222 എന്താണ്? 2 + 2 4, 2 + 2 4, 2 + 2 4. എന്താണ്? ഒക്കെ ഇങ്ങനത്തെ നമ്പേഴ്സിൻ്റെ പാറ്റേൺസ് ആണ്. അപ്പോൾ 444 എന്ന് കിട്ടിയല്ലേ. നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എന്താണ്? 3 നമ്പറും 1 ആണല്ലേ. ഇവിടെ 3 നമ്പർ 2 ആണ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്പർ 3 ആണ്. അപ്പോൾ 3 നമ്പേഴ്സും 3 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ്? 3 നമ്പേഴ്സ് 4 എഴുതുക, ദെൻ 5 എഴുതുക, ദെൻ 6 എഴുതുക, ദെൻ 7 എഴുതുക, ദെൻ 8 എഴുതുക. 9 ഇവിടെ തന്നിട്ടുണ്ടല്ലേ. 3 നമ്പേഴ്സ് 9, 999 + 999. ഇത് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ്? 333 + 333 എത്രയാണ്? 333 + 333. 3 + 3 6, 3 + 3 6, 3 + 3 6, 666 എന്ന് കിട്ടും. നെക്സ്റ്റ് എന്താണ്? 444 + 444 എത്രയാണ്? 4 + 4 8, 8 8, 888 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താണ്? 555 + 555. 5 + 5 10, 10 0 1 ബാലൻസ്. 5 + 5 10, 10 + 1 11, 11 1 1 ബാലൻസ്. 5 + 5 10, 10 + 1 11. നെക്സ്റ്റ് നമ്പർ എന്താണ്?
666 plus 666 666 അല്ലേ 6 plus 6 എന്താണ് 12 12 2 1 ബാലൻസ് 6 plus 6 12 12 plus 1 13 13 3 1 ബാലൻസ് 6 plus 6 12 12 plus 1 13 777 plus 777 777 7 plus 7 എത്രയാണ് 14 4 1 ബാലൻസ് 7 plus 7 14 14 plus 1 15 5 ഇവിടെ ഇത് 1 ബാലൻസ് 5 7 plus 7 14 14 plus 1 15 888 plus 888 8 plus 8 16 16 6 1 balance 8 plus 8 16 16 plus 1 17 17 7 1 balance 8 plus 8 again 16 16 plus 1 17 999 plus 999 9 plus 9 18 18 8 1 balance 9 plus 9 18 plus 1 90 99 1 balance 9 plus 9 18 18 plus 1 19 100 plus 10 plus 1 എന്താണ് 111 200 plus 20 plus 2 222 അല്ലേ 200 plus 20 എന്താണ് 220 plus 2 222 നെക്സ്റ്റ് എന്താണ് ഇവിടെ വരിക അല്ലേ 100 200 300 400 500 600 700 800 900 ഇവിടെ 10 20 30 40 50 60 70 80 90 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത് അല്ലേ ഡിഫറൻസ് എന്താണ് ഇവിടെ 100 ആണ് ഇവിടെ 10 ആണ് ഡിഫറൻസ് ഡിഫറൻസ് 1 ആണ് അപ്പോൾ ഇങ്ങനെയുള്ളതാണ് പാറ്റേൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരേപോലെ ഒരു മെത്തേഡ് ഉണ്ടാവണം ഒരേപോലെയുള്ള അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുക നെക്സ്റ്റ് എന്താണ് ഇത് ആഡ് ചെയ്യുക ഇവിടെ എന്താണ് 300 plus 30 plus 3 എന്താണ് 333 333 എന്ന് പറയും ഇവിടെ 400 plus 40 plus 4 എന്താണ് 444 അപ്പോൾ നെക്സ്റ്റ് എന്താണ് ഇവിടെ 111 എന്ന് വന്നു 222 ഇവിടെ 333 എന്ന് വന്നു ഇവിടെ 444 എന്ന് വന്നു നെക്സ്റ്റ് എന്താണ് 555 എന്ന് വരും നെക്സ്റ്റ് 666 എന്ന് വരും നെക്സ്റ്റ് 777 എന്ന് വരും നെക്സ്റ്റ് 888 എന്ന് വരും നെക്സ്റ്റ് 999 എന്ന് വരും ഇതാണ് പാറ്റേൺസ് ഇവിടെ 3 1 ആണ് ഇവിടെ 3 2 വരും അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും 3 വരും നെക്സ്റ്റ് 4 വരും നെക്സ്റ്റ് 5 വരും അങ്ങനെയാണ് ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് അപ്പോൾ പാറ്റേൺ ഐ ഹാവ് മെയ്ഡ് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണ് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടാക്കാം എഴുതാം ഞാൻ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ എഴുതിയിട്ടുണ്ട് അതായത് 100 200 300 400 100 ആണ് ഡിഫറൻസ് പ്ലസ് എന്താണ് 50 100 150 200 ഇത് 50 ആഡ് ചെയ്തിട്ട് 50 ഡിഫറൻസ് വ്യത്യാസം 50 ആണ് അങ്ങനെ ഒരു എഴുതിയിട്ടുണ്ട് അതായത് 100 plus 50 എത്രയാണ് 150 200 plus 100 എത്രയാണ് 300 300 plus 150 എത്രയാണ് 450 400 plus 200 എത്രയാണ് 600 ഈ ആൻസറിൻ്റെ പാറ്റേൺസ് എന്താണല്ലേ ഇതിലെന്താണ് 150 ആണ് ഡിഫറൻസ് 150നോട് ഒരു 150 കൂടി ആഡ് ചെയ്യുമ്പോൾ 300 കിട്ടും 300നോട് ഒരു 150 കൂടി ആഡ് ചെയ്തപ്പോൾ 450 എന്ന് കിട്ടി 450നോട് ഒരു 150 കൂടി ആഡ് ചെയ്തപ്പോൾ 600 എന്ന് കിട്ടി എന്താണ് 100s ആഡ് ചെയ്തു ഇവിടെ 50 ആഡ് ചെയ്തു നിങ്ങൾക്ക് എന്താണ് 10s ആഡ് ചെയ്താം 20s ആഡ് ചെയ്താം 30s 50 ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 100s ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ 200 ഡിഫറൻസ് എടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിഫറൻസ് എടുത്തിട്ട് ഈക്വൽ ആയിട്ട് അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതി നോക്കാം ഗ്രീൻ ആൾ വിസിറ്റേഴ്സ് ടു ദി മാത്ത് ഫെസ്റ്റ് ആർ ഗിവൺ സാപ്ലിങ്സ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ഫ്രൂട്ട് ഉണ്ടാകുന്ന മരങ്ങളുടെ തൈകളാണ് കൊടുത്തത് ഇവിടെ തൈകൾ കണ്ടോ ഈ തൈകളാണ് എന്താണ് എല്ലാ മാത്ത് ഫെസ്റ്റിന് വന്ന എല്ലാ വിസിറ്റേഴ്സും സന്ദർശകരും എന്താണ് കൊടുത്തത് പ്ലാന്റ്സ് ഗിവൺ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് അവർ കൊടുത്ത തൈകൾ ഏതൊക്കെയാണ് ഗ്രൂസ്ബെറി മാംഗോ ജാക്ക് ഫ്രൂട്ട് ഗോവ ഇങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ ഈ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് കൊടുത്തത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ടോട്ടൽ ഫസ്റ്റ് ഡേ ഇത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഡേ ഇത്ര എണ്ണമായി ടോട്ടൽ കിട്ടാൻ ആകെ തുക കിട്ടാൻ ഈ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ആഡ് ചെയ്യുക അത് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക ഓരോന്നിൻ്റെ സമ്മ് കാണുക അപ്പോൾ 238 plus 241 എത്രയാണ് 8 plus 1 9 4 plus 3 7 2 plus 2 4 479 നെക്സ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടും 138 plus 152 8 plus 2 10 10 0 1 balance 1 plus 3 4 4 plus 5 9 1 plus 1 2 290 next 236 plus 166 6 plus 6 12 12 in 2 1 balance 1 plus 3 4 4 plus 6 and 10 in 0 1 balance 1 plus 2 3 3 plus 1 4 402 175 plus 246 6 plus 5 11 11 in 1 1 balance 1 plus 4 5 5 plus 7 12 in 2 1 balance 1 plus 1 2 2 plus 2 4 421 അപ്പം വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദി മോസ്റ്റ് ഏറ്റവും കൂടുതൽ ഏത് പ്ലാന്റ് ആണ് കിട്ടിയത് അല്ലെ ഏറ്റവും ബിഗ് നമ്പർ ഏതാണ് ഇതിൽ അല്ലെ ഗ്രൂസ്ബെറി അപ്പോൾ ഗ്രൂസ്ബെറി എന്ന് എഴുതുക ഹൗ മെനി മാംഗോ സാപ്ലിങ്സ് വെർ ഗിവൺ അതായത് മാങ്ങത്തൈകൾ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് മാംഗോ സാപ്ലിങ്സ് അപ്പോൾ അതിവിടെ എഴുതുക മേക്ക് എ ഫ്യൂ മോർ ക്വസ്റ്റ്യൻ ലൈക്സ് ദിസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് ഇപ്പോൾ വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദി ലീസ്റ്റിൽ ഏറ്റവും കുറവുള്ളത് ഏതാണെന്ന് എഴുതാം അല്ലെ ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സ് വെർ ഗിവൺ എന്ന് എഴുതുക അല്ലെ മാംഗോ എന്നുള്ളിടത്ത് നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ നെയിംസ് ഒക്കെ മാറ്റി ചെയ്തല്ലേ ഇവിടെ മാംഗോ എത്ര കിട്ടിയെന്നാണ് ചോദിച്ചത് ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സ് വെർ ഗിവൺ എന്ന് ചോദിക്കുക ഹൗ മെനി ഗോവ സാപ്ലിങ്സ് വെർ ഗിവൺ എന്ന് ചോദിക്കാം ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ഫസ്റ്റ് വൺ സീ ദി നമ്പേഴ്സ് ഓഫ് മഞ്ചാടി സീഡ്സ് ദി കിഡ്സ് ഇൻ ബിബീസ് സ്കൂൾ കളക്റ്റഡ് ഫോർ ദി മാത്സ് ഫെസ്റ്റ്
മാത്സ് ഫെസ്റ്റിന് ബിബിൻ്റെ സ്കൂളത്തെ കുട്ടികൾ കളക്ട് ചെയ്ത മഞ്ചാടിൻ്റെ സീഡ്സ് വിത്തുകളുടെ എണ്ണങ്ങളാണ് കൊടുത്തത്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് കളക്റ്റഡ് ബൈ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിലെ കുട്ടികളും കളക്ട് ചെയ്ത വിത്തുകളുടെ എണ്ണം ടോട്ടലാണ് ചോദിച്ചത്. അപ്പോൾ ക്ലാസ് 1ൻ്റെ ടോട്ടൽ 2, 3, 4 അല്ലേ. ടോട്ടൽ 2 ഡിവിഷനുകളായിട്ട് എൻ്റെതും ബീൻ്റെതും ഉണ്ട്. അപ്പോൾ ടോട്ടൽ കാണാൻ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുള്ള ആൻസർ ഇവിടെ എഴുതണം. ക്ലാസ് 1ൻ്റെത് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 5 + 5 10, 10ന് 0, 1 ബാലൻസ് ഉള്ള 1ഉം 7ഉം ആഡ് ചെയ്താൽ 8, 8 + 2, 10ന് 0, 1 ബാലൻസ്, 1 + 2 3, 3 + 3 6. അപ്പോൾ 600 എന്ന് കിട്ടി. ദെൻ ക്ലാസ് 2ൻ്റെത് ആഡ് ചെയ്താൽ 0 + 5 5, 0 + 2 2, 3 + 2 5, 525. ക്ലാസ് 3ൻ്റെത് ആഡ് ചെയ്താൽ എത്ര കിട്ടി? 5 + 5 0, 1 ബാലൻസ്, 7 + 1 8, 8 + 1 9, 3 + 2 5, 590. 5 + 0 5, 4 + 5 9, 3 + 2 5, 595. വിച്ച് ക്ലാസ് കളക്റ്റഡ് ദി മോസ്റ്റ് നമ്പർ? ഏത് ക്ലാസ്സാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് നമ്പർ കളക്ട് ചെയ്തത്? ക്ലാസ് നമ്പർ ഏത് ക്ലാസ്സാണ്? ഏതാണ് ഇതിൽ ബിഗ് നമ്പർ? ഏതാണ് അല്ലേ? 6 ആണ് ബിഗ് അല്ലേ. 600 ആണ് ബിഗ് നമ്പർ. ക്ലാസ് ഏതാണ്? ക്ലാസ് 1 അല്ലേ. ക്ലാസ് 1 ആണ്. ദെൻ റൈറ്റ് ദി നമ്പർ ഓഫ് സീഡ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ നമ്പർ ഓഫ് സീഡ്സ് എഴുതാനാണ് പറഞ്ഞത്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടുക അല്ലേ. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ കുറയുക. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടി എഴുതാനാണ് പറഞ്ഞത്. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് ഇതിൽ? ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ? 525 ആണല്ലേ. 125 ഏറ്റവും ചെറിയ നമ്പർ. ദെൻ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 190. ദെൻ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 595. ദെൻ 600. ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡർ. അതൊക്കെ കൂടി വരും അസെൻഡ് ചെയ്യുക. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലുത് ചെയ്തിട്ട് അതേ ചെറുതിലേക്ക് എഴുതണം. വിച്ച് 2 ക്ലാസ്സസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 1120? 1120 ഏതൊക്കെ 2 ക്ലാസ്സുകൾ ആഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുക? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ക്ലാസ്സുകളും തമ്മിൽ ആഡ് ചെയ്തിട്ട് ഏത് ക്ലാസ്സിനാണ് 1120 ആൻസർ കിട്ടുക എന്ന് നോക്കണം. ഫസ്റ്റ് ക്ലാസ് 1ഉം 2ഉം ആഡ് ചെയ്ത് നോക്കുക. ക്ലാസ് 3ഉം 4ഉം ആഡ് ചെയ്യുക. ക്ലാസ് 2ഉം 4 ഏതൊക്കെ ആഡ് ചെയ്താലാണ് 1120 കിട്ടുക? ഫസ്റ്റ് നമ്മൾ ക്ലാസ് 2ഉം ക്ലാസ് 4ഉം ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 5 + 5 10ന് 0, 1 ബാലൻസ്, 1 + 9 10, 10 + 2 12ന് 2, 1 ബാലൻസ്, 5 + 5 10, 10 + 1 11. 1120 എന്ന് കിട്ടി. 1120 കിട്ടിയല്ലേ. അപ്പോൾ ക്ലാസ് 2ഉം ക്ലാസ് 4ഉം ആണ്. 525 + 595 ഇത് രണ്ടും ആഡ് ചെയ്താലാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെയുള്ള 2 നമ്പേഴ്സും ആഡ് ചെയ്ത് നോക്കുക. ഇത് രണ്ടും ഏതൊക്കെ ആഡ് ചെയ്താലാണ് ഒരു ഗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഏതായിരിക്കും 1120 കിട്ടുക എന്നുള്ളത് ആദ്യം ആഡ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് സീഡ്സ് കളക്റ്റഡ് ടുഗദർ ബൈ 2 ക്ലാസ്സസ് ആൻഡ് 5 more makes 1200. വിച്ച് ആർ ദി 2 ക്ലാസ്സസ്? ടിക്ക് ദി റൈറ്റ് ആൻസർ. റൈറ്റ് ആയിട്ട് ശരിയായിട്ടുള്ള ഉത്തരം ടിക്ക് ചെയ്യണം. ഏതൊക്കെ 2 ക്ലാസ്സിനോടാണ് 5 കൂടി ആഡ് ചെയ്താൽ 1200 കിട്ടുക? അതായത് നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ആഡ് ചെയ്യുക. അതിനോടൊരു 5 കൂടി ആഡ് ചെയ്താൽ 1200 കിട്ടുന്നുണ്ടോ നോക്കുക. ക്ലാസ് 2ഉം ക്ലാസ് 3 ആഡ് ചെയ്യുക. അതിനോടൊരു 5 കൂടി ആഡ് ചെയ്താൽ 1200 കിട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ എനിക്ക് തോന്നുന്നു ക്ലാസ് 1ഉം ക്ലാസ് 4ഉം അതിനോടൊരു 5 കൂടി ആഡ് ചെയ്താൽ 1200 കിട്ടും. നിങ്ങൾക്ക് ഏകദേശം തോന്നുന്നത് എടുത്ത് ആദ്യം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എല്ലാം ചെയ്ത് നോക്കുക. എന്തായാലും ഇവിടെ നമുക്ക് ഫുൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനോടൊരു 5 കൂടി ആഡ് ചെയ്താൽ ഏതാണ് 1200 കിട്ടുക എന്നാണ് നോക്കേണ്ടത്. ക്ലാസ് 1ഉം ക്ലാസ് 4ഉം അതിനോടൊരു 5 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1200 കിട്ടുന്നുണ്ടോ നോക്കാം. 5 + 5 10ന് 0, 1 ബാലൻസ്, 9 + 1 10ന് 0, 1 ബാലൻസ്, 5 + 1 6, 6 + 6 12. 1200 കിട്ടിയല്ലോ. 1200. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഹൗ മെനി മോർ ഡസ് ഈച്ച് ക്ലാസ് നീഡ് ടു മേക്ക് 1000? ഓരോ ക്ലാസ്സിനും 1000ലേക്ക് എത്തിക്കാൻ ഇനി എത്ര കൂടെ വേണം? അപ്പോൾ നമ്മുടെ ക്ലാസ് ഉണ്ട്, അത് എത്രയാണ് നമ്പേഴ്സ് കളക്ട് ചെയ്തതെന്ന് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ എഴുതുക. അത് എത്ര 1000ലേക്ക് എത്താൻ ഇനി എത്ര കൂടി ആഡ് ചെയ്താലാണ് 1000ലേക്ക് എത്തുക എന്നുള്ളത് ഇവിടെ എഴുതണം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്ലാസ് 1 ക്ലാസ് 2ൽ കിട്ടിയ നമ്പർ. ക്ലാസ് 3ൽ ക്ലാസ് 4ൽ ഇതൊക്കെ ഇനി 1000ലേക്ക് എത്തിക്കാൻ എത്ര കൂടെ വേണം അല്ലേ? 600ന് 600ന് 1000 എത്താൻ എത്ര കൂടി ആഡ് ചെയ്യണം? 400ഉം കൂടി ആഡ് ചെയ്താൽ 600 ആയില്ലേ. 6 + 4 10, 1000 എന്നായില്ലേ. 600 + 400 1000 ആണ്. ഇനി 525നെ 1000ലേക്ക് എത്തിക്കാൻ എത്ര കൂടെ വേണം? അതായത് 1000ൽ നിന്നും നമ്മൾ ഈ നമ്പർ 525 എന്നുള്ള ഈ നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1000ൽ നിന്നും ഇവിടെയുള്ള ഈ നമ്പേഴ്സ് മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ആൻസർ കിട്ടും. എത്ര കൂടെ വേണം 1000ലേക്ക് എത്താൻ? അപ്പോൾ 1000 മൈനസ് ഫസ്റ്റ് 525 ചെയ്യാം. ഇത് ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ ഈസി മെത്തേഡ് അല്ലാതെ ശരിക്കും ചെയ്ത് പഠിക്കണം. ഞാൻ ചാപ്റ്റേഴ്സിൽ ഫുള്ള് അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ മെത്തേഡിൽ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ആദ്യം ചെയ്യാറ് അല്ലേ?
ഇവിടെ 0 ആണ്, അപ്പോൾ 5 നിന്ന് പോകില്ല. അപ്പോൾ നമ്മളെന്താണ് 0 പോകാത്തത് കൊണ്ട് ഇവിടുന്ന് കടം ചോദിക്കും. ഇവിടെയും 0 ആണ്, ഇവിടുന്നും പോകില്ല. അപ്പോൾ ഈ 1 എന്താണ് ഇതിനൊന്ന് കൊടുക്കും. അപ്പോൾ ഇത് 10 ആകും. പിന്നെ ഈ 10ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് 9 ആകും, ഇത് 10 ആകും. അങ്ങനെയാണല്ലേ. പിന്നെ ഈ 10 ഇവിടെ നിന്ന് 1 കൊടുക്കുമ്പോൾ ഇത് 10 ആകും, ഇത് 9 ആകും. അങ്ങനെയാണല്ലേ. അപ്പോൾ ഇത് 10, ഇത് 9, ഇത് 9 അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇപ്പോൾ ഈ 525 എന്നുള്ള ഈ നമ്പറിനെ നമുക്ക് ഇത് 10 ആകുമല്ലേ. അപ്പോൾ 10, ഇത് 9 ആകും, ഇത് 9 ആകും. അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിൽ നിന്നും മൈനസ് ചെയ്യാം. 1000ൽ നിന്നും ഏത് നമ്പർ മൈനസ് ചെയ്യാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എളുപ്പ മെത്തേഡിൽ ചെയ്യാം. ഫസ്റ്റത്തെ നമ്പറിനെ 10ൽ നിന്നും മൂന്നാമത്തെ നമ്പറിനെ 9ൽ നിന്നും മൈനസ് ചെയ്യുക. അതായത് 10ൽ നിന്ന് 5 പോയാൽ 5, 9ൽ നിന്ന് 2 പോയാൽ 7, 9ൽ നിന്ന് 5 പോയാൽ 4, 475 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. 475ഉം 525ഉം ആഡ് ചെയ്താൽ 1000 എന്ന് കിട്ടുന്നില്ലേ എന്ന്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 5 + 5 0, 1 ബാലൻസ്, 1 + 2 3, 3 + 7 8 9 10, 10ൻ്റെ 0 1 ബാലൻസ്, 1 + 4 5, 5 + 5 10, 1000 എന്ന് കിട്ടി അല്ലേ. നെക്സ്റ്റ് നമ്പർ 590. ഈ 590നെ 1000ലേക്ക് എത്താൻ എത്ര കൂടെ വേണം? അതിന് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് 1000 - 590 ആണ്. അപ്പോൾ ഈ 1 എന്താണ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്താവും? ഇത് ലാസ്റ്റ് ഇതല്ലേ 10 ആകുന്നത്. അപ്പോൾ നമുക്ക് ഇത് 10ൽ നിന്നും ഇത് 9ൽ നിന്നും ഇത് 9ൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 1000ൽ നിന്നും മൈനസ് ചെയ്യാനുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് ഫസ്റ്റ് എന്താണ് 10ൽ നിന്ന് മൈനസ് ചെയ്യുക. ദെൻ 9, നെക്സ്റ്റ് 2 നമ്പേഴ്സ് 9ൽ നിന്നും മൈനസ് ചെയ്യും. 10ൽ നിന്ന് 0 പോയാൽ 10 തന്നെയാണ്. 9ൽ നിന്നും ഇപ്പോൾ നമ്മളെന്താണ് 10 എന്ന് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മളെന്താണ് 0 എന്ന് എഴുതുമല്ലേ. ലാസ്റ്റ് നമ്പറാണ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എഴുതുക അല്ലേ. അപ്പോൾ 0 എന്ന് എഴുതുക. ബാലൻസ് 1, 9 നിന്ന് 9 പോയാൽ 0, പിന്നെ ബാലൻസ് ഉള്ള 1 ആഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. പിന്നെ 9 നിന്ന് 5 പോയാൽ 9 - 5 4, 410 എന്ന് കിട്ടിയല്ലേ. നെക്സ്റ്റ് നമ്പർ 595. അപ്പോൾ 1000ൽ നിന്നും മൈനസ് ചെയ്യണം 595. അപ്പോൾ നമ്മളെന്താണ് ഈ 0നെ നമ്മൾ 10 ആയിട്ടും നെക്സ്റ്റ് നമ്പർ 9 ആയിട്ടും എടുക്കുക. 10 നിന്ന് 5 പോയാൽ 5, 9 നിന്ന് 9 പോയാൽ 0, 9 നിന്ന് 5 പോയാൽ 4, 405, 405 എന്ന് കിട്ടി. ശരിക്കും ചെയ്യുമ്പോൾ ഇങ്ങനെ മൈനസ് ചെയ്തിട്ട് ബാലൻസ് എടുത്തിട്ട് കടമെടുത്തിട്ട് ചെയ്യണം. ഈ വാല്യുവേഷൻ ആക്ടിവിറ്റി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡിൽ ഈസി മെത്തേഡിൽ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡിൽ ചെയ്യുക. ക്യാൻ യു കണ്ടിന്യൂ ദി പാറ്റേൺസ്? ഈ പാറ്റേൺസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ഈ പാറ്റേൺസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ? പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ അതിനെന്തൊരു കണക്ഷൻ ഉണ്ടാവും ഈ നമ്പേഴ്സ് തമ്മിൽ. അതെന്താണെന്ന് ആദ്യം കണ്ടെത്തുക. എന്തെങ്കിലും ഒരു ഡിഫറൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. ആ ഡിഫറൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. ഒന്നെങ്കിൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ നമ്പർ വെച്ചിട്ടായിരിക്കും അത് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് തന്നെ നമ്പർ ഏതാണ്? 140, 260, 380. അപ്പോൾ ഫസ്റ്റുള്ള നമ്പറിൽ നിന്ന് ഈ നമ്പറിലേക്ക് എത്താൻ എത്ര ആഡ് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ നമ്പർ കിട്ടിയത്? 140ൽ നിന്നും ഒരു 120 ആഡ് ചെയ്തപ്പോൾ 260 എന്ന് കിട്ടി. വീണ്ടും ഒരു 120 ആഡ് ചെയ്തപ്പോഴാണ് 380 എന്ന് കിട്ടിയത്. അപ്പോൾ വീണ്ടും നമ്മൾ 120 ആഡ് ചെയ്യുക, നെക്സ്റ്റ് 120 ആഡ് ചെയ്യുക, നെക്സ്റ്റ് വീണ്ടും 120 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് മൈനസ് ചെയ്ത് നോക്കി. നമുക്ക് 260 - 140 എത്രയാണ്? 0 - 0 0, 6 - 4 2, 2 - 1 1. അപ്പോൾ 120 ആണ് ഡിഫറൻസ്. അപ്പോൾ നെക്സ്റ്റ് ഈ നമ്പറും കൂടി മൈനസ് ചെയ്ത് നോക്കണം. 380 - 260 ചെയ്യുക. അപ്പോൾ അതും 120 വെച്ചിട്ടാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും 120 ആഡ് ചെയ്യുക, നെക്സ്റ്റ് നമ്പർ എഴുതുക. അപ്പോൾ 380 നിന്ന് 120 ആഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് പാറ്റേൺ എഴുതുക. ദെൻ ആ നമ്പറിൽ നിന്ന് നെക്സ്റ്റ് 120 ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പാറ്റേൺ എഴുതുക. ദെൻ വീണ്ടും 120 ആഡ് ചെയ്യുക. സെക്കൻഡ് വൺ 25, 225, 425. അപ്പോൾ നമ്മളെന്താണ് രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. എന്താണ് ഇവിടെയുള്ള കണക്ഷൻ, എന്താണ് ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കുക. അപ്പോൾ 225 - 25 എത്രയാണ്? 5 - 5 0, 2 - 2 0 2. അപ്പോൾ 200 ആണ്. അതേപോലെ 425 - 225 എന്താണ്? അതും 200 തന്നെയാണ്. അപ്പോൾ നമ്മൾ 200 ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്പർ എഴുതുക. നെക്സ്റ്റ് നമ്പർ 600, 610, 630. 600 നെക്സ്റ്റ് നമ്പർ എത്തിയത് 10 ആഡ് ചെയ്തപ്പോഴാണ്. വീണ്ടും 10 ആഡ് ചെയ്താൽ 620 ആണ് ആവേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് 630 ആണ്. അപ്പോൾ 20 ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് നമ്പർ 10 ആഡ് ചെയ്തു, ദെൻ 20 ആഡ് ചെയ്തു, ദെൻ എത്ര ആഡ് ചെയ്തിട്ടുണ്ട്? 30, 40, 50, 60, ദെൻ 30 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ നമ്പറിലേക്ക് എത്താൻ 10 ആഡ് ചെയ്തു, ദെൻ 20 ആഡ് ചെയ്തു, ദെൻ 30 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പാറ്റേൺ ദെൻ നെക്സ്റ്റ് നമ്പർ 40 ആഡ് ചെയ്ത് എഴുതുക, നെക്സ്റ്റ് നമ്പർ 50 ആഡ് ചെയ്ത് എഴുതുക, നെക്സ്റ്റ് 60 ആഡ് ചെയ്ത് എഴുതുക. അതാണ് പാറ്റേൺസ് കണക്ഷൻ. ഡിഫറൻസ് സെയിം ആണെങ്കിൽ ആ നമ്പർ തന്നെ ആഡ് ചെയ്ത് എഴുതുക. ഇവിടെ എന്താണ് ഇവിടെ 10 ആഡ് ചെയ്തു, നെക്സ്റ്റ് നമ്പർ 20 ആഡ് ചെയ്തിട്ടാണ്, നെക്സ്റ്റ് നമ്പർ 30 ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 40 ആഡ് ചെയ്തിട്ടാണ് വേണ്ടത്. അതാണ് പാറ്റേൺസ്. നെക്സ്റ്റ് പാറ്റേൺ 200, 310, 430. ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കാം. 310 - 200, 0 1 - 0 1, 3 - 2 1. നെക്സ്റ്റ് നമ്പർ 430 - 310, 3 - 1 2, 4 - 3 1. 200ൽ നിന്ന് 110 ആഡ് ചെയ്തപ്പോഴാണ്
310 കിട്ടിയത്. ആ 310 നിന്നും 120 120 ആഡ് ചെയ്തപ്പോഴാണ് 430 കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടാൻ നമ്മൾ എന്താണ്, അപ്പോൾ ഫസ്റ്റത്തെ 110 ആഡ് ചെയ്തു, നെക്സ്റ്റ് 120, അപ്പോൾ നെക്സ്റ്റ് നമ്പർ 130 ആഡ് ചെയ്തിട്ട് എഴുതണം, നെക്സ്റ്റ് നമ്പർ 140, നെക്സ്റ്റ് 150 ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്പർ 110 ആഡ് ചെയ്തു, നെക്സ്റ്റ് 120 ആഡ് ചെയ്തു, അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും പറ്റുക 130, നെക്സ്റ്റ് 140, ഒരു കണക്ഷൻ ഇല്ല, അങ്ങനെ ഓരോ 10 വീതം ആഡ് ചെയ്തിട്ട് അങ്ങനെ എഴുതണം. 10 എന്ന് ഉദ്ദേശിച്ചത് 20, 30, 40, 50 അങ്ങനെ 140, 150 അങ്ങനെ ആഡ് ചെയ്തിട്ട് എഴുതണം. ഇവിടെ ഡിഫറൻസ് രണ്ടും 110 ആണെങ്കിൽ സെയിം ആണെങ്കിൽ നമ്മൾ 110 ആഡ് ചെയ്ത് 110 ആഡ് ചെയ്ത് എഴുതണമായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടാമത്തെ നമ്പറിൻ്റെ ഡിഫറൻസ് 120 ആണ്. അപ്പോൾ നെക്സ്റ്റ് 130, 140 അങ്ങനെ ആഡ് ചെയ്ത് എഴുതണം. നെക്സ്റ്റ് നമ്പർ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കുക. 0 എന്ന് ഒരു 115 ആഡ് ചെയ്താലാണ് 115 കിട്ടുക അല്ലേ. നെക്സ്റ്റ് 115 തന്നെ ആഡ് ചെയ്തിട്ടാണോ 230 കിട്ടിയത് എന്ന് ചെക്ക് ചെയ്യുക. 230 മൈനസ് 115, 0 5 പോകില്ല, നമ്മളെന്താണ് ഇവിടെ നിന്ന് കടമെടുക്കും. അപ്പോൾ ഇത് 2 ആയി, ഇത് 2 ആയി അല്ലേ. അപ്പോൾ ഈ 1 ഇതിന് കൊടുത്ത 1 പോയിട്ട് 0ൻ്റെ അടുത്ത് പോയി നിൽക്കും. 10 5 പോയാൽ 5, 2 1 പോയാൽ 1, 2 1 പോയാൽ 1, അപ്പോൾ 115 തന്നെയാണ്. നെക്സ്റ്റ് ഡിഫറൻസും അതിനോട് 230നോട് ഒരു 115 ആഡ് ചെയ്തിട്ടാണ് 340 കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്താണ്, നമ്മൾ 115 ആഡ് ചെയ്യുക 345നോട്, നെക്സ്റ്റും 115 ആഡ് ചെയ്യുക 115 ആഡ് ചെയ്ത് നെക്സ്റ്റ് പാറ്റേൺസ് കണ്ടെത്തുക. വിച്ച് ഓഫ് ദീസ് ഇൻക്രീസസ് ബൈ 200 ഈച്ച്, 200 വെച്ചിട്ട് കൂടി വരുന്നത് ഏതാണ്? 200 ഈച്ച് ആയിട്ട് ഓരോന്നിലും 200 കൂടുന്നത്, 200 കൂടുന്നത് ഏതാണ് അല്ലേ? സെക്കൻഡ് വൺ ആണ് 25, 200 ആഡ് ചെയ്ത 225, നെക്സ്റ്റ് 200 ആഡ് ചെയ്യുമ്പോൾ 425, നെക്സ്റ്റ് 200 ആഡ് ചെയ്തു, നെക്സ്റ്റ് 200 ആഡ് ചെയ്തു, നെക്സ്റ്റ് 200 ആഡ് ചെയ്തു, അപ്പോൾ സെക്കൻഡ് വൺ ബി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, മുത്താണി സ്കൂൾ സ്റ്റോർ ഗോട്ട് 847 rupees ഓൺ ദി ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേയിൽ മുത്താണി സ്കൂൾ സ്റ്റോറിന് 847 രൂപയാണ് കിട്ടിയത്. ദി നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ദേ ഗോട്ട് 500 rupee, ഒരു 500 rupee, ഒരു 100 rupee നോട്ട്, 5 50 rupee നോട്ട്സ്, 5 50 rupee നോട്ട്സ് ആൻഡ് 2 rupee നോട്ട്സ്, 2 രൂപ കോയിൻസും ആണ് കിട്ടിയത് രണ്ടാമത്തെ ദിവസം. ആദ്യത്തെ ദിവസം 847 ആണ് കിട്ടിയത്. ഓൺ വിച്ച് ഡേ ദേ ഗോട്ട് മോർ, ഏത് ദിവസമായിരിക്കും കൂടുതൽ കിട്ടിയത്? ഫസ്റ്റത്തെ ദിവസമാണോ രണ്ടാമത്തെ ദിവസമാണോ? മൈ ഗസ്, നിങ്ങളുടെ ഗസ് എന്താണ്? എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്, നിങ്ങളുടെ ഗസ്സാണ് ഇവിടെ എഴുതേണ്ടത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ ആണ് കൂടുതലല്ലേ. സെക്കൻഡ് ഡേ എന്താണ് 500 rupeeയും 550 rupee എണ്ണം കൂടുതലാണല്ലേ. മേ ബി സെക്കൻഡ് ആയിരിക്കാം. നിങ്ങളുടെ ഗസ് ഇവിടെ എഴുതുക സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ. ഇനി മൈ കാൽക്കുലേഷൻസ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഏത് ദിവസമാണ് കൂടുതൽ. അപ്പോൾ സെക്കൻഡ് ഡേ എത്ര ഉണ്ട് എന്നുള്ളത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു 500 rupee, ഒരു 100 rupee, 550 rupee. 550 rupee എന്ന് പറഞ്ഞാൽ 5 into 50, 550, then 2 rupee coins. 5 into 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 550 rupees അല്ലെങ്കിൽ 5 തവണ 50 ആഡ് ചെയ്ത് നോക്കുക, എത്ര കിട്ടും? 5 5 25, 5 5s are 25, 250 എന്ന് കിട്ടും അല്ലേ. ഇത് 2 2s are 4 അല്ലേ. 5 times 50 ആഡ് ചെയ്ത് നോക്കൂ. 50 4 times ആയി 200 ആയി, ഒരു ടൈംസ് കൂടി എടുത്താൽ 250 ആയി. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യണം, 500ഉം 100ഉം. ഇതിൻ്റെ ആൻസറാണ് ഇവിടെ ചെയ്തത്. ഇവിടെ ഒരു 100 ഉണ്ട്, then ഒരു 500 ഉണ്ട് ഇവിടേക്ക് എടുത്ത്. ഇതെല്ലാം പാടെ ആഡ് ചെയ്ത് നോക്കൂ. ഈ 4 നമ്മൾ എവിടെ എഴുതണം? ലാസ്റ്റിലേക്ക് എഴുതണം അല്ലേ. റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 0 + 0 + 0 + 4 4, then 0 + 0 + 5 5, then 5 + 1 6, 6 + 2 6 7 8, 854 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡേ തന്നെയാണല്ലേ കൂടുതലുള്ളത്. ഫസ്റ്റത്തെ ഡേ 847 ആണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഇവിടെ എഴുതുക, ആൻസർ ഇവിടെ എഴുതുക. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഇൻ ആൾ ഫോർ ദീസ് 2 days, ഈ 2 ദിവസം എത്രയാണ് ടോട്ടൽ കിട്ടിയത്? നിങ്ങളുടെ ഗസ് ഏകദേശം എത്രേൻ്റെ ഇടയിലായിരിക്കും, ബിറ്റ്വീൻ ആയിരിക്കാം, അത് ഇവിടെ എഴുതുക. ഈ കാൽക്കുലേഷൻസ് ഇവിടെ എഴുതണം. ഫസ്റ്റത്തെ ദിവസം എത്രയായിരുന്നു? 847. സെക്കൻഡ് ഡേ ഏതാണ് കിട്ടിയത് അല്ലേ, അത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഡേ 847, സെക്കൻഡ് ഡേ നമ്മൾ ആൻസർ അല്ലേ, നമ്മൾ 3 സെക്കൻഡ് ഡേൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയത് 854. ഇത് രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ 2 ദിവസത്തും കിട്ടിയല്ലേ. 7 + 4 11, 11 1 1 ബാലൻസ്, 1 + 4 5, 5 + 5 10 0 1 ബാലൻസ്, 8 + 8 16, 16 + 1 17, 1701, 1701 എന്ന് കിട്ടിയ ആൻസർ അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി സംസ് ബിലോ ഗീവ് 846, താഴെ തന്നിട്ടുള്ളതിൽ സമ്മ് അതിൻ്റെ പ്ലസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഏതാണ്? 846 കിട്ടുന്നത്, 846 കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 800ൻ്റെ ആ റേഞ്ചിൽ വരുന്നത് ഏതാണെന്ന് നോക്കുക. അത് ആദ്യം ആഡ് ചെയ്ത് നോക്കുക. 846 കിട്ടുന്ന ആൻസർ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളെന്താണ് ഫസ്റ്റ് ഓരോന്നും ആഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏകദേശം ഡൗട്ട് ഉള്ളത് ഫസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. എനിക്ക് ഡൗട്ട് ഉള്ളത് ഞാൻ ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. 329 + 517, 9 + 7 16, 6 1 ബാലൻസ്, 2 + 1 3, 3 + 1 4, 5 + 3 8, 846. നമ്മുടെ 846 ഏതാണെന്ന് വെച്ചാൽ ആൻസർ ഡി. ഏകദേശമുള്ള റേഞ്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 5 + 3 ഫസ്റ്റ് 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടി. അപ്പോൾ 8ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നമ്പർ ആണല്ലേ, അങ്ങനെ നോക്കിയാലും മതി. വേറെ ഏതെങ്കിലും നമ്പർ 8 കിട്ടുന്നുണ്ടോ നോക്കൂ. ഇത് 7 ആണ്. 5 + 2 7 ആണ്. 5 + 3 ഇവിടെയുണ്ട് 8. അപ്പോൾ ഫസ്റ്റ് എന്താണ് 8 വരുന്നത്? ഈ 2 നമ്പേഴ്സാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് ടോട്ടലായിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഏതാണ് കറക്റ്റ് 846 വരുന്നതെന്ന് നോക്കുക, ഗസ് ചെയ്യുക. ഡു ദിസ് സം ഇൻ യുവർ ഹെഡ്, ടെൽ ദി മെത്തേഡ്.
നിങ്ങളുടെ ഹെഡിൽ അതായത് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. സമ്മ് കാണാൻ 550 + 450 എത്രയാണ്, 730 + 520 എത്രയാണ് എന്നാണ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ഇങ്ങനെ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സൈഡിൽ എഴുതി നോക്കാം. മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കുക. അതായത് ലാസ്റ്റത്തെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, സെൻറ്ററത്തെ 2 നമ്പേഴ്സും ആഡ് ചെയ്യുക, ഫസ്റ്റത്തെ 2 നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. ലാസ്റ്റത്തെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, അപ്പോൾ എന്താണ് 0 എന്ന് കിട്ടും. ദെൻ സെൻറ്ററത്തെ 2 നമ്പർ 3 + 2 5 എന്ന് കിട്ടും. ദെൻ 7 + 5 എന്താണ്, ഫസ്റ്റത്തെ 2 നമ്പർ ആഡ് ചെയ്യുക. 7 8 9 10 11 12 എന്ന് കിട്ടി. അപ്പോൾ 1250 1250 എന്ന് കിട്ടും. ഫസ്റ്റത്തത് 0 + 0 0. ദെൻ 5 + 5 10 ആണ്. 10ന് 0 1 ബാലൻസ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. 5 + 4 9 9 + 1 10. അപ്പോൾ 1000 എന്ന് കിട്ടി അല്ലേ. ഇതിൻ്റെ ആൻസേഴ്സ് എന്താണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ മെത്തേഡിൽ എന്താണ് ഒന്ന് മൈൻഡിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് 2 നമ്പർ, സെൻറ്ററത്തെ 2 നമ്പർ, ഫസ്റ്റത്തെ 2 നമ്പർ, അങ്ങനെ തന്നെ നമ്മൾ എഴുതിയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ് പറഞ്ഞത്. ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതുക. നമ്മുടെ 4th യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.